കാനഡയിൽ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുടെ നേതൃത്വത്തിൽ ലിബറൽ പാർട്ടി വീണ്ടും അധികാരത്തിലെത്തിയിരിക്കുകയാണ്. തിങ്കളാഴ്ച നടന്ന തെരഞ്ഞെടുപ്പിലാണ് ലിബറൽ പാർട്ടി വിജയിച്ചത്. ലിബറൽ പാർട്ടി 168 സീറ്റുകളിൽ മുന്നിലെത്തിയപ്പോൾ കൺസർവേറ്റീവ് പാർട്ടി 145 സീറ്റുകളുമായി തൊട്ടുപിന്നിലുണ്ട്. ആകെയുള്ള 343 സീറ്റുകളിൽ 172 എണ്ണം നേടിയാൽ മാത്രമേ ലിബറൽ പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ കഴിയൂ. ചെറിയ പാർട്ടികളുടെ പിന്തുണയില്ലാതെ ഭരണം നടത്താനാണ് ഭൂരിപക്ഷം നേടാൻ അവർ ശ്രമിച്ചത്. എന്നാൽ ഇനി അത് സാധ്യമല്ല. മൈനോറിറ്റി സർക്കാരായിരിക്കും ലിബറൽ പാർട്ടിക്ക് സ്ഥാപിക്കാൻ കഴിയുക. തിരഞ്ഞെടുപ്പിന് ശേഷം ഒട്ടാവയിൽ നടത്തിയ വിജയപ്രസംഗത്തിനിടെ US-മായി ഉണ്ടായിരുന്ന പഴയ ബന്ധം അവസാനിച്ചു എന്ന് കാർണി പറഞ്ഞത് ഇപ്പോൾ ഏറെ ചർച്ചയാവുകയാണ്. US-മായി ഉണ്ടായിരുന്ന പഴയ ബന്ധം അവസാനിച്ചു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം കാനഡയെ സഹായിച്ച ഒരു ഓപ്പൺ ഗ്ലോബൽ ട്രേഡ് സംവിധാനം ഉണ്ടായിരുന്നു. അമേരിക്കയുടെ സഹായത്തോടെയാണ് അത് നടന്നത്. ആ സിസ്റ്റം പൂർണ്ണമായിരുന്നില്ലെങ്കിലും നമ്മുടെ രാജ്യത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ ആ സംവിധാനം സഹായിച്ചു. എന്നാൽ ഇപ്പോൾ അത് അവസാനിച്ചിരിക്കുകയാണെന്ന് കാർണി പറഞ്ഞു. എല്ലാം ട്രാജഡികളാണ്. എന്നാൽ ഇതാണ് നമ്മുടെ പുതിയ യാഥാർത്ഥ്യമെന്നും വരും മാസങ്ങൾ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായിരിക്കുമെന്നും ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരുമെന്നും കാർണി കൂട്ടിച്ചേർത്തു. കാനഡയിലെ ലിബറൽ പാർട്ടിയുടെ വിജയത്തെ സ്വാധീനിച്ച കാര്യങ്ങളെക്കുറിച്ച് പോളിംഗ് സ്ഥാപനമായ ആംഗസ് റീഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിഡന്റ് ഷാച്ചി കോൾ പറഞ്ഞ കാര്യങ്ങൾ റോയിട്ടേഴ്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒന്നാമതായി, കൺസർവേറ്റീവ് പാർട്ടിയുടെ നിലപാടുകളിൽ അധികമാർക്കും താല്പര്യമില്ല. രണ്ടാമതായി, ട്രംപിൻ്റെ താരിഫ് പ്രശ്നം. മൂന്നാമതായി, പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ രാജി. ഈ 3 കാര്യങ്ങളാണ് വിജയത്തിൽ നിർണായകമായതെന്ന് ഷാച്ചി പറഞ്ഞു. ട്രൂഡോയുടെ രാജി ഒരുപാട് ഇടത് വോട്ടർമാരെയും ലിബറൽ വോട്ടർമാരെയും പാർട്ടിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. താരിഫുമായി ബന്ധപ്പെട്ട് വാഷിംഗ്ടണുമായി ഒരു കടുത്ത സമീപനം സ്വീകരിക്കുമെന്ന് കാർണി നേരത്തെ പറഞ്ഞിരുന്നു. അമേരിക്കയെ അമിതമായി ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ കാനഡ കോടിക്കണക്കിന് ഡോളർ ചെലവഴിക്കേണ്ടി വരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 9 വർഷത്തിന് ശേഷം ഭരണത്തിൽ ഒരു മാറ്റം വേണമെന്നാവശ്യപ്പെട്ട് രംഗത്തുണ്ടായിരുന്ന കൺസർവേറ്റീവ് പാർട്ടി തെരഞ്ഞെടുപ്പിൽ പ്രകടനം മെച്ചപ്പെടുത്തി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടാൻ പാർട്ടിക്ക് കഴിഞ്ഞു. ടൊറന്റോയിൽ കൂടുതൽ സീറ്റുകൾ നേടിയതോടെയാണ് ലിബറൽ പാർട്ടിയുടെ ഭൂരിപക്ഷം കുറയ്ക്കാൻ കൺസർവേറ്റീവ് പാർട്ടിക്ക് കഴിഞ്ഞത്. കാനഡയിൽ മൈനോറിറ്റി സർക്കാരുകൾ അധികകാലം നീണ്ടു നിൽക്കാറില്ല എന്നത് കൺസർവേറ്റീവ് പാർട്ടിക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. എന്തായാലും കൺസർവേറ്റീവ് പാർട്ടി നേതാവ് പിയറി പോളിവേർ ലിബറൽ പാർട്ടിയുടെ വിജയത്തെ അംഗീകരിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. പ്രതിപക്ഷത്തിരുന്ന് സർക്കാരിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജനുവരിയിൽ ലിബറൽ പാർട്ടിക്ക് വളരെ കുറഞ്ഞ പിന്തുണയേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ട്രൂഡോ രാജിവെച്ചതിന് ശേഷം കാര്യങ്ങൾ മാറിമറിഞ്ഞു. ട്രംപിൻ്റെ ഭീഷണികൾ കൂടിയായപ്പോൾ ലിബറൽ പാർട്ടിക്ക് കൂടുതൽ സ്വീകാര്യത കിട്ടുകയായിരുന്നു. അമേരിക്കയ്ക്ക് കാനഡയുടെ ഭൂമിയും വിഭവങ്ങളും വെള്ളവും മണ്ണും വേണം. ഇതൊരു വെറും ഭീഷണിയല്ലെന്നും പ്രസിഡന്റ് ട്രംപ് നമ്മളെ തകർക്കാൻ ശ്രമിക്കുകയാണെന്നും അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ലെന്നും കാർണി തുറന്നടിച്ചിരുന്നു. ട്രംപിൻ്റെ ഭീഷണി കാനഡയിലെ ആളുകൾക്കിടയിൽ ഒരു ദേശീയതാബോധം ഉണർത്തുകയും കാർണിയെ പിന്തുണക്കാൻ ഇത് ആളുകളെ പ്രേരിപ്പിക്കുകയും ചെയ്തു. രാഷ്ട്രീയത്തിൽ പുതിയ ആളായ കാർണി ഇതിനു മുമ്പ് G7 സെൻട്രൽ ബാങ്കുകളുടെ തലവനായി പ്രവർത്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച കാനഡയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളുമായി ട്രംപ് വീണ്ടും രംഗത്തെത്തിയിരുന്നു. കാനഡയിൽ നിർമ്മിക്കുന്ന കാറുകൾക്ക് 25% നികുതി വർദ്ധിപ്പിക്കാൻ നീക്കമുണ്ടെന്നാണ് ട്രംപ് പറഞ്ഞത്. അമേരിക്കയ്ക്ക് ആ കാറുകൾ ആവശ്യമില്ലെന്നതാണ് കാരണമായി US പ്രസിഡന്റ് ചൂണ്ടിക്കാട്ടിയത്. കാനഡയെ തങ്ങളുടെ 51ാമത്തെ സംസ്ഥാനമാക്കാൻ സാമ്പത്തിക ശക്തി ഉപയോഗിക്കുമെന്നും ട്രംപ് മുമ്പ് പറഞ്ഞിരുന്നു. അമേരിക്കയുമായുള്ള പ്രശ്നങ്ങൾ കാരണം 2 ചെറിയ പാർട്ടികളുടെ പിന്തുണ കൂടി ലിബറൽ പാർട്ടിക്ക് ലഭിച്ചു. ഇടത് പാർട്ടിയായ ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടിയും ക്യൂബക്കോയ്സ് പാർട്ടിയുമാണ് ലിബറൽ പാർട്ടിയെ പിന്തുണച്ചത്. അതേസമയം NDP നേതാവ് ജഗ്മീത് സിംഗ് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ തോറ്റു. പാർട്ടി ലീഡർ സ്ഥാനം രാജിവെക്കുമെന്ന് ജഗ്മീത് സിംഗ് വ്യക്തമാക്കി.